മന്നത്ത് ആചാര്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തോർത്തെടുത്ത് ഒരു മകനെ പോലെ നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച, മഹാഭാഗ്യം ലഭിച്ച ആളാണ് ആർ ബാലകൃഷ്ണപിള്ള. വളരെ പേരുകൊണ്ട് തന്നെ അർത്ഥവത്താവുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ. വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷം ആരും വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടപടി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ ആ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽ കണ്ണിയെ വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിനെ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ വായിക്കാനൊരു അവസരം കിട്ടി. മുഴുവനായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ തെളിവുകളുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ പുസ്തകം വായിക്കണം. നായർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇത് ഒരു മഹാപ്രസ്ഥാനം തൻ്റെ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച്, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച്, നാടിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച്, നഗ്നപാതനായി ഒറ്റ മുണ്ടും ഒറ്റ വസ്ത്രവും, ഇത് മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ച്, ലളിതമായ ജീവിതം നയിച്ച്, ലഘുഭക്ഷണം കഴിച്ച്, ഒരു സന്യാസിയെ പോലെ പോകുന്ന വഴിക്ക് കിട്ടുന്നത് എന്തും, ആര് കൊടുക്കുന്നതും, ഏത് ദരിദ്രൻ കൊടുക്കുന്നതും സമ്പന്നൻ കൊടുക്കുന്നതും ഒരുപോലെ ഭക്ഷിച്ചൊരു ഒരു മനുഷ്യൻ, ഒരു മനുഷ്യസ്നേഹി, ദൈവതുല്യനായ മന്നത്ത് പത്മനാഭൻ പിടിപ്പണം വാങ്ങിയും പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ അന്നത്തെ വെച്ചിരുന്ന പോലും എടുത്ത് സംഭാവനയായി അദ്ദേഹത്തിന് നൽകി കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നായർ സർവീസ് സൊസൈറ്റിയും അതിനെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളും. കേരളത്തിലെ മുഴുവൻ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് സ്വപ്നം കണ്ട മന്നത്ത് ആചാര്യന് വളരെ വർഷം മുമ്പ് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുവെങ്കിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റിയാണ്. ഒരുപക്ഷെ SNDP-യേക്കാൾ, ക്രിസ്തീയ മിഷനറികളെക്കാൾ ഏറ്റവും അധികം സ്കൂളുകൾ സ്വന്തമായി ഒരു സമുദായത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞതും സ്ഥാപിക്കാൻ കഴിഞ്ഞതും മന്നത്ത് ആചാര്യനാണ്. മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ചതേ ഉള്ളൂ. മന്നത്ത് ആചാര്യൻ നായർ സമുദായക്കാർ ഏറ്റവും കുറച്ച് താമസിക്കുന്ന മഞ്ചേരിയിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത് മന്നത്ത് ആചാര്യനാണ്. മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ആദ്യത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്ന ആചാര്യൻ സ്ഥാപിച്ച കോളേജാണ്. അങ്ങനെ അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയും കോളേജുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് എന്ന സങ്കല്പമാണ് കരമന NSS കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത്. ഇത്ര വലിയ ആശയമാണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നാണ്. സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം കോട്ടയം ജില്ലയിൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വിഷനാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരി തെളിച്ചത്. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. അത് നേരായ വഴിയിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ളൊരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭയപ്പെടുത്താൻ ഇവിടെ പ്രചരിപ്പിച്ചു. ഈ സമ്മേളനം പ്രസ് ക്ലബിന് അടുത്തുള്ള ഒരു നാഷണൽ ക്ലബിലാണ് വെച്ചിരുന്നത്. ആദ്യം മന്നം ഹാളിലാണ്, മന്നം ക്ലബിലാണ്. അപ്പം ഞാൻ അദ്ദേഹം ബ്രിഗേഡിയർ വരുമ്പോഴേ ഞാൻ പറഞ്ഞു, മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ അന്തസ്സായി തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ സ്ഥലം പ്രസ് ക്ലബ്ബാണ്, അവിടെ പോരെ എന്ന് ചോദിച്ചു ഞാൻ ആദ്യം തന്നെ. എന്തിനാണ് ഒരു ക്ലബിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്? നമുക്ക്
പ്രസ് ക്ലബ്ബിൽ പോലെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ആകുമ്പം അന്തസ്സായിട്ട് കാര്യം പറയാം, അത് കേൾക്കാൻ ആളുകളുണ്ട്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. ആർക്കും ഞാൻ പൊന്നായി, ഞാൻ അന്ന് പറഞ്ഞു നമുക്ക് ആ പ്രസ് ക്ലബ്ബിൽ മതി, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അവിടെയും കൈകടത്തലാണ്. വെറും വളഞ്ഞ വഴിയിലൂടി ശക്തിയായി സംഘടിച്ചു വരുന്ന വലിയ പ്രസ്ഥാനത്തെ നായർ സർവീസ് സൊസൈറ്റിക്ക് എതിരായിട്ടല്ല ഈ പുസ്തകവും ഈ യോഗവും. നമ്മൾ മനസ്സിലായി. ഇതിനൊരു പേജ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മന്നത്ത് ആചാര്യൻ തൻ്റെ പൗത്രിക്ക്, കൊച്ചുമകൾക്ക് NSSൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിഷേധിച്ചു. വേണ്ട, പാടില്ല, കൊടുക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ 64 വർഷം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 18 വയസ്സിൽ മന്നത്ത് ആചാര്യൻ വാളകത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റാക്കുന്നത്. എൻ്റെ അപ്പൂപ്പനെ കണ്ട്, കീഴൂട്ട് രാമപിള്ളയെ കണ്ട്, മകനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയതാണ്. 64 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ നയിക്കുകയും NSSന്റെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റും സമ്പാദ്യവും ഉണ്ടാക്കിയ ഒരു താലൂക്കായി പത്തനാപുരം താലൂക്കിനെ മാറ്റിയത് R ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പിടിച്ചു കെട്ടാൻ ഈ ഇത്തിക്കണ്ണികൾക്ക് കഴിഞ്ഞില്ല. ഇത്തിക്കണ്ണികൾ എന്ന് പറയുന്ന കൂടെ നടക്കുന്ന ഒരു പാവങ്ങളാണ്, അവർ ആജ്ഞാനുവർത്തികളാണ്. നമ്മൾ ഈ പറയില്ല, ആജ്ഞാനുവർത്തികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള R ബാലകൃഷ്ണപിള്ളയെ പരമാവധി എവിടൊക്കെ NSSൽ ചെറുതാക്കാൻ ശ്രമിച്ചു. പക്ഷെ നായരെ സംബന്ധിച്ച് ബാലകൃഷ്ണപിള്ള അറിയപ്പെടുന്ന നായർ തന്നെയാണ്. നായർക്കോട് മരിക്കുന്നവരെയും നായർ സമുദായത്തോട് നീതി. മന്നത്ത് ആചാര്യനോടൊപ്പം പ്രസംഗവേദികൾ രാമപിള്ള ചേട്ടനറിയാം, അയർകുന്നൻ നായരേട്ടനറിയാം. അച്ഛൻ പ്രസംഗിക്കാൻ അദ്ദേഹത്തോടൊപ്പം കൊണ്ട് ബാലൻ പ്രസംഗി എന്ന് പറഞ്ഞൊരു മകനെ പോലെ കൊണ്ടു നടന്നു. മന്നത്ത് ആചാര്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തോർത്തെടുത്ത് ഒരു മകനെ പോലെ നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച, മഹാഭാഗ്യം ലഭിച്ച ആളാണ് R ബാലകൃഷ്ണൻ.